ഹരിപ്രസാദും നന്ദനയായിട്ടുള്ള അടുപ്പും ആ വിഷയം. നമ്മൾ എന്തൊക്കെയോ കേൾക്കുന്നു. അതിൽ കുറേയൊക്കെ സത്യം ഉണ്ടാകാം, ചിലപ്പോ മുഴുവൻ സത്യമായിരിക്കാം. പക്ഷേ അത് നന്ദനയോട് നേരിട്ട് ചോദിക്കുന്നത് ബുദ്ധിമോശമാണ്. കാരണം ഈ വിവരം ഹരി അറിഞ്ഞ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ യാത്ര ഒഴിവാക്കണമെന്ന്. ജലജ സമ്മതിക്കുകയും ചെയ്തു. എന്നിട്ടിപ്പോ ഞാൻ അറിയാതെ കള്ളം പറഞ്ഞു പോയിരിക്കുന്നു. എന്താ ജലജ? എന്റെ ഭാഗത്ത് തെറ്റുണ്ട്, സമ്മതിക്കുന്നു. എന്റെ വാക്കിന് താൻ വില കൽപ്പിക്കാത്തതല്ല പ്രശ്നം. പണ്ടേതങ്ങനെയാണല്ലോ. അതുപോട്ടെ, സുപ്രിയയെ ബാധിക്കുന്ന വിഷയമാ. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത്. നന്ദനോട് താനിതുവരെ എന്താണ് സംസാരിച്ചതെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇതിനോടൊക്കെ ഹരിപ്രസാദിനെ കാതിലെത്തി കാണും. അയാൾ സുപ്രിയോട് ചോദിക്കും. അധികം താമസിയാതെ മോളുടെ കോളും വരും. എങ്ങനെയാച്ചാ ജലജ ഹാൻഡിൽ ചെയ്തോ എനിക്കറിയില്ല. പ്രിയ വിളിക്കില്ല, അതോർത്ത് ടെൻഷൻ വേണ്ട. ഹരി സുപ്രിയോടൊന്നും ചോദിക്കില്ല. നന്ദന ഹരിയോടൊന്നും പറയുകയില്ല. കാരണം ഞാൻ നന്ദനയെ കണ്ടില്ല. പിന്നെ താൻ തൃശ്ശൂർ പോയതോ? പോയി. നന്ദനയുടെ വീടും കണ്ടുപിടിച്ചു. പക്ഷെ അവൾ അവിടെ ഇല്ലായിരുന്നു. പകരം കണ്ടത് കാർത്തികയാണ്. കാർത്തിക? ആ, നമുക്ക് ന്യൂസ് എത്തിച്ചെന്ന പാർട്ടി. നന്ദനയുടെ അനിയന്റെ ഭാര്യയാണ് കാർത്തിക. കുറെ കള്ളത്തരങ്ങളുണ്ട് കയ്യിൽ. ഞാൻ ചെന്ന വിവരം നന്ദനയോട് അയാൾ പറയില്ല. അതെന്താ? പറഞ്ഞാൽ കാർത്തികയോട് വന്നതുൾപ്പെടെ എല്ലാം നന്ദനെ അറിയില്ലേ. അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട. ഏതോ ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചു. ഒരുപക്ഷെ താൻ ചെല്ലുമ്പോ നന്ദനെ കണ്ടിരുന്നെങ്കിലോ എന്ത് സംഭവിക്കായിരുന്നു? വളരെ ആലോചിച്ച് അളന്ന് മുറിച്ച് കൺട്രോൾ ചെയ്ത് ഞാൻ സംസാരിക്കുമായിരുന്നു. ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയാണ് പോയത്. ആ കണക്ക് കൂട്ടൽ പ്രാക്ടിക്കൽ ആകണമെന്നില്ല. പ്രോക്ക് ചെയ്യുന്ന തരത്തിലാണ് നന്ദനയും കൂടി സംസാരിക്കുന്നത് വിചാരിക്കേ. ഹരിപ്രസാദിന് ഇഷ്ടമാണ്, മറക്കാൻ പറ്റില്ല. ഇനിയും ആ ബന്ധം തുടരുമെന്ന് നന്ദന പറഞ്ഞാലോ? അടികൊള്ളു അവൾക്ക്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. താൻ നന്ദനയ്ക്ക് കൊടുക്കുന്ന ആ അടി പിന്നെ നമ്മുടെ മോൾക്കായിരിക്കും കൊള്ളുന്നത്. അതുകൊണ്ട് ജലജയുടെ ഈ യാത്രയ്ക്ക് ന്യായീകരണമില്ല. എന്നെ വിളിച്ച് താനെതിന് പോയി? ഞാൻ സുപ്രിയയുടെ അമ്മയായതുകൊണ്ട്. ഞാൻ അവളുടെ അച്ഛനാ, അമ്മയുടെ മാത്രം മോഡലല്ലോ പ്രിയ. രവി വല്ലാതെ ഹോട്ട് ടെമ്പേർഡ് ആവുന്നു. അതിന് തക്ക തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. തനിക്ക് എത്രയോ ആവശ്യങ്ങൾക്ക് രവി പോകുന്നു. ഞാനും അങ്ങനെ ഒരു തവണ പോയി. 2 കിലോ ചിക്കൻ വാങ്ങാനല്ല ജലജ പോയത്. താൻ മനഃപൂർവ്വം കാര്യങ്ങൾ സില്ലിയായി കാണുന്നു. എന്റെ നെഞ്ചത്തെ ചവിട്ടിയിട്ട് താൻ ഓവർസ്പോട്ട് ആയിക്കോ. അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷെ മോഡൽ ലൈഫിന്റെ നെഞ്ചത്തെ ചവിട്ടി ജലജ ആളാവണ്ട. രവി! അതെ, താൻ കാണിച്ച അധികപ്പറ്റി തന്നെയാ. ഞാൻ സോറി പറഞ്ഞല്ലോ. ഇനി മാപ്പപേക്ഷ എഴുതി തരണോ? അല്ലെങ്കിൽ സുപ്രിയ വിളിക്ക്. അവളുടെ മുമ്പിൽ വെച്ച് നമുക്ക് സബ്ജക്ട് ചർച്ച ചെയ്യാം. മോളുടെ പേരും പറഞ്ഞ് പേടിപ്പിക്കുക. താൻ വിളിക്ക്, ഞാൻ സംസാരിക്കാം. രവിക്കല്ലേ കൂടുതൽ ആവേശം? സുപ്രിയ വിളിക്ക്. എനിക്ക് മടിയൊന്നുമില്ല. ആ സുപ്രിയ. ആ കേക്കാം. അച്ഛൻ പറയൂ. എന്താ അച്ഛൻ വിളിച്ചത്? മോള് വീട്ടിലാണോ? അതെ. ആ ഒന്നിങ്ങോട്ട് വരാവോ? എന്തു പറ്റിയച്ചാ? ആ മോള് വാ, പറയാം. അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം? ഏയ് ഒന്നുമില്ല. പിന്നെന്താ? വേറൊരു വിഷയമുണ്ട്. പ്രിയ വാ, നേരിട്ട് പറയാം. ആ ശരി മോളെ, ഓക്കെ. വരൂ അവള്. പിന്നെ വരാതെ. രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. സുപ്രിയ എപ്പോ വരുമെന്നാ പറഞ്ഞത്? സമയം ഞാൻ ചോദിച്ചില്ല. ഹരിപ്രസാദിന്റെ വീട്ടിലുണ്ടോ അതോ തൃശ്ശൂരാണോ? ഒന്നും പറഞ്ഞില്ല. രവി ഇപ്പോഴും എന്നോട് ദേഷ്യത്തിലാണോ? ആണെങ്കിൽ തനിക്ക് എന്തെങ്കിലും പരിഹാരമാർഗം നിർദ്ദേശിക്കാനുണ്ടോ? നമ്മൾ ആദ്യമായിട്ടല്ലല്ലോ രവി പിണങ്ങുന്നത്. പക്ഷെ 1/2 മണിക്കൂർ, അതിനപ്പുറം ആ പിണക്കങ്ങൾക്ക് ആയുസ് ഉണ്ടാവാറില്ല. ആ ഇത് ആയുസ് കൂടുതലുള്ള പിണക്കാന്ന് വിചാരിച്ചാൽ മതി. താൻ നന്ദനെ കാണാൻ പോയതില് എനിക്ക് അത്രയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ട്. കഷ്ടകാലത്തിന് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു പോയി.
എന്റെ എന്തെങ്കിലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആയിരുന്നില്ല. സുപ്രിയെക്കുറിച്ച് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. പ്രിയയുടെ അച്ഛനെന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ട്, അതും കൂടി ഓർക്കണമായിരുന്നു. പോട്ടെ രവി, ഇനി ഈ കാര്യം പറഞ്ഞ് വഷളാക്കണ്ട. മോള് വരുമ്പോ എന്തു പറയും? എന്താണോ സംഭവിച്ചത് അത് തന്നെ പറയാം. അല്ല എന്താ, അവളും അറിഞ്ഞിരിക്കട്ടെ. അത് വേണോ രവി? എന്നാ വരണ്ടെന്ന് വിളിച്ചു പറയാം. അപ്പൊ പ്രിയ എന്ത് വിചാരിക്കും? ജയലജ സംസാരിച്ചാ മതി. എന്തെങ്കിലും ഒരു കള്ളം പറ. അതിന് നിങ്ങൾ പെണ്ണുങ്ങൾക്ക് നല്ല മിടുക്കാണല്ലോ. ദാ ഫോണ്. ദേ അവള് വന്നു കഴിഞ്ഞു രവി. ഇനി എന്തു ചെയ്യും? എനിക്കറിയില്ല. ഹരി ഉണ്ടായിരുന്നോ? പ്രിയ എവിടെ? അയാൾ വന്നിട്ടില്ല. അതെന്താ ഹരി, വരാന്ന് മോള് പറഞ്ഞിരുന്നാണല്ലോ. ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം സുപ്രിയയുടെ 2-3 ഫ്രണ്ട്സ് വന്നു. ഓ, പഴയ ക്ലാസ്മേറ്റ്സാ. ഒരുമിച്ച് പഠിച്ചവരുടെ എന്തോ ഗെറ്റ് ടുഗദർ ആലോചിക്കുന്നുണ്ടത്രേ. പഴയ ചങ്ങാതിമാരെ ഒഴിവാക്കാൻ സുപ്രിയയ്ക്ക് മടി. അങ്ങനെ എന്നെ ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ട് അയച്ചതാ. ഹരി വാ. ഇരിക്ക്. സുപ്രിയയ്ക്ക് പകരം ഞാൻ വന്നതില് അങ്കിളും ആന്റിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, എന്താ ഹരി, ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. ഹരിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഇപ്പോഴൊന്നും വേണ്ട, താങ്ക്സ്. സുപ്രിയാണ്. ഹലോ, എവിടെയാ? വീട്ടിലെത്തി. അവിടെ എന്തെങ്കിലും പ്രോബ്ലം? ഇവിടെ ആർക്കും പ്രോബ്ലം ഒന്നുമില്ല. അച്ഛനും അമ്മയും 2 പേരുണ്ട്. കൊടുക്കണോ? വേണ്ട, ഞാൻ വിളിച്ചോളാം. ഓക്കെ. ശരി. പതിവില്ലാതെ അങ്കിളുടെ കോള് വന്നപ്പോ അയാൾക്ക് ടെൻഷൻ. അസുഖമോ മറ്റോ ആണോന്ന് അതറിയാനുള്ള വിളിയാ. എന്തായിരുന്നു പ്രശ്നം എന്ന് പറഞ്ഞില്ല? അത് ഹരി, എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാ മതിയല്ലോ. അബദ്ധം അല്ല ഹരി, ഇയാൾ ഓർസ്മോട്ടായതാ. മനസ്സിലായില്ല. രവി, ഹരിപ്രസാദ് അറിയട്ടെ, എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ. ഞാൻ അറിയാതെ ജലജ ഒരു പണി പറ്റിച്ചു. അതിന്റെ പേരിൽ എന്റെ അടുത്ത് വഴക്ക് കേട്ടിട്ടിരിക്കുക. അത്രയ്ക്ക് അതിസാമർത്ഥ്യം പാടില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോ നമ്മളോടൊരു അഭിപ്രായം ചോദിക്കണ്ടേ? ആന്റി എന്താ ചെയ്തത്? സംഭാവന. ജംഗ്ഷനിൽ ഇങ്ങോട്ട് വരുമ്പോ ഒരു അമ്പലമില്ലേ, അവിടെ പുതിയൊരു കൊടിമരം നിർമ്മിക്കുന്നു. കമ്മിറ്റിക്കാർ പിരിവിന് വന്നു. ഞാനിവിടില്ല. ഒരു 10,000 കൊടുക്കണം. അത് സാമാന്യ മര്യാദ. ഇദ്ദേഹം കയറി ഓഫർ ചെയ്ത് എത്രയെന്നറിയോ? 50,000 രൂപ. ഹരി പറ, അത് വളരെ കൂടുതലല്ലേ? ദേവാലയങ്ങളുടെ കാര്യത്തിൽ സഹകരിക്കണം, പക്ഷെ അത് ഓവറാവരുത്. 50,000 രൂപയെ ഇനി വാക്ക് മാറാൻ പറ്റുമോ? അതിന്റെ കുറച്ചിൽ ജലജക്കല്ലേ? അല്ലെങ്കിൽ പോട്ടെ, ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ? കൂടി ആലോചിക്കാതെ പ്രിയ ഇങ്ങനൊരു കാര്യം ചെയ്താ ഹരിയുടെ പ്രതികരണം എന്തായിരിക്കും? ആ പണം അയാൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. കേട്ടോ കേട്ടോ ജലജേ, ഈ വിഷയം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഉടക്കായി ഹരി. അതായിക്കോട്ടെ, പക്ഷെ സുപ്രിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ എന്തിനാ? അതിന്റെ കാരണം വ്യക്തമായില്ല. ദേഷ്യം വന്നപ്പോ രവി വിളിച്ചതാണ്. ഇവിടുത്തെ സാമ്പത്തിക വിഷയങ്ങളെല്ലാം മോള് അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്നാ ഉടൻ തന്നെ വരാൻ പറയാന്നായി രവി. അങ്ങനെ വിളിച്ചതാ. ഹരിപ്രസാദ് വരുമെന്ന് വിചാരിച്ചില്ല. ബുദ്ധിമുട്ടായല്ലേ? സോറി. ഹേയ്, അത് സാരമില്ല. ഒരു വീടാവുമ്പോ പിണക്കവും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതെ അതെ, അത് സ്ഥിരാവാതെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇനി എനിക്ക് പോവാലോ? ഉണ്ടിട്ട് പോകാം ഹരി. 50,000 കാര്യത്തില് ഫൈനൽ ഡിസിഷൻ എന്താ? ഏത് 50,000? ഓ, ഡൊണേഷൻ. അത് ജലജ തീരുമാനിക്കട്ടെ.
ആ മാറ്റർ സംസാരിക്കാൻ തന്നെയാണ് സുപ്രിയ വിളിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. വിചാരിക്കാലോ അല്ലേ? അതെന്താ ഹരി അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. എന്നാലും പെട്ടെന്നൊരു 50,000 രൂപയുടെ കഥയുണ്ടാക്കി പറഞ്ഞല്ലോ രവി. ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെയും കഥകൾ ഉണ്ടാക്കേണ്ടി വരും. ഹരി ഈ കാര്യം സുപ്രിയോട് പറയും. അവൾ ചോദിക്കുമ്പോ കണ്ടിന്യൂറ്റി വിടാതെ വേണം സംസാരിക്കാൻ. ഹരിപ്രസാദിന്റെ സ്വഭാവത്തിൽ ഇതൊന്നും അത്ര സീരിയസ് ആയി എടുക്കില്ല രവി. പക്ഷെ തന്റെ മോള് വിടുവോ? എന്തെങ്കിലും ആവട്ടെ, ഒരു വിഷമസന്ധിന്ന് രക്ഷപ്പെട്ടല്ലോ. മറ്റൊരു കാര്യം താൻ ശ്രദ്ധിച്ചോ? ഹരിപ്രസാദ് 1-2 കൊട്ടേഷൻസ് അടിച്ചു. ഒരു വീടാവുമ്പോ പിണക്കവും സൗന്ദര്യപ്പിണക്കവും ഒക്കെ വേണമെന്ന്. അതിലെന്തെങ്കിലും സൂചനയുള്ളതായിട്ട് തോന്നിയോ ജലജയ്ക്ക്? അവരുടെ ലൈഫിൽ അതൊന്നും ഇല്ലെന്നാണോ? അങ്ങനെ ഒരു ഫീൽ ഹരി ഉദ്ദേശിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് വെറുതെ ഒരു ജീവിതം, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അത് രവി ഓവർ കോൺഷ്യസ് ആയതുകൊണ്ട് തോന്നുന്നതായിരിക്കും. ആയിരിക്കട്ടെ. മറ്റൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. നമ്മൾ പറഞ്ഞ കള്ളക്കഥ ഹരി വിശ്വസിച്ചിട്ടുണ്ടോന്ന്. നമ്മളെന്തോ ഒളിക്കുന്നതായി ഹരിക്കൊരു തോന്നലുണ്ട്. അതും അപകടമാ. എല്ലാറ്റിനും കാരണം ജലജയുടെ തൃശ്ശൂർ യാത്രയാ. ഓരോ പരിപാടികൾ കാണിച്ചു വെക്കും. ഓ, പിന്നെയും തുടങ്ങി. ഇല്ല, ഞാനൊന്നും പറയുന്നില്ല. നോക്ക്, എന്താ ഇത്? ഇന്നലെ ഹോസ്പിറ്റലിൽ പോയതിന്റെ ബില്ല്, പുറത്തുനിന്നും മരുന്ന് വാങ്ങിച്ചതിന്റെ ബില്ല്, വേറെയുണ്ട്. ഇതൊക്കെ എന്തിനാ എന്നെ കാണിക്കുന്നത്? ഞാൻ പിന്നെ ആരെ കാണിക്കാനാ? കാശ് മുടക്കുന്ന ആളിനെ ചെലവുകൾ ബോധ്യപ്പെടുത്തണം. അതാ എന്റെ മര്യാദ. ഓ, മര്യാദ? അതും സ്റ്റെല്ലയ്ക്ക് ആ വാക്ക് പറയാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക്? ഞാൻ മര്യാദക്കാരി ആയതുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ ഇതായിരിക്കില്ല ഈ വീട്ടിൽ നടക്കുന്നത്. ഞാൻ കുന്നത്തൂർ കോവിലകത്തിന്റെ അകത്തും കാർത്തിക ഗേറ്റിന് പുറത്തും ആവുമായിരുന്നു. ഓ, പിന്നെ അങ്ങനെ നിസ്സാരം ആക്കണ്ട. ഇനിയും ചിലപ്പോ അങ്ങനെ സംഭവിച്ചേക്കാം. ഈ വീട്ടിലെ ചില പ്രശ്നങ്ങളെ പറ്റി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു ആൺകുട്ടി ഉണ്ടാവാത്തതായിരുന്നു യദേട്ടന്റെ അമ്മയുടെ സങ്കടം. കുന്നത്തൂർ കോവിലകത്തേക്ക് ഒരാൺകുഞ്ഞിനെ കൊടുക്കാൻ കാർത്തികയ്ക്ക് കഴിഞ്ഞില്ല. മൂത്ത പുള്ളിക്കാരൻ കല്യാണം കഴിഞ്ഞിട്ട് ആളുമില്ല പെണ്ണുമില്ല. അപ്പോ യദേട്ടന്റെ കുഞ്ഞായ ഒരു മോൻ പിറന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും? അവനെ ഈ വീട്ടിൽ പൊന്നുപോലെ സ്വീകരിക്കും. അവന്റെ അമ്മയായ എന്നെയും സ്വീകരിക്കും. ആര് സ്വീകരിക്കാൻ? ഇവിടുത്തെ അമ്മ സ്ഥിതി കൂടിയ വിവരം നീ അറിഞ്ഞില്ലേ? പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ 2 അമ്മാവന്മാരുള്ള വിവരം കാർത്തികയ്ക്ക് അറിയില്ലേ? ഞാൻ മനസ്സുവെച്ച ഏതെങ്കിലും റൂട്ടിലൂടെ കുന്നത്തൂർ തറവാട്ടിലേക്ക് കേറി പറ്റും കാർത്തികേ. അതിന് നീ പ്രസവിക്കുന്ന കൊച്ച് ആണായിരിക്കുമെന്ന് എന്താ ഉറപ്പ്? ആൺകുഞ്ഞായിരിക്കും. ലോകത്തുള്ള സകല പള്ളികളിലും ഞാൻ നേർച്ച പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള സകല അമ്പലങ്ങളിലും ഞാൻ വഴിപാട് പറയും. ഒന്നുകിൽ നിന്റെ കൊച്ചു പെണ്ണായിരിക്കും, അല്ലെങ്കിൽ ചാപിള്ളയായിരിക്കും. നോക്കിക്കോ. സൂക്ഷിച്ച് സംസാരിക്കണം. കാർത്തിക എന്തൊക്കെ അടവുകൾ എടുത്തിട്ടും കാര്യമില്ല. തന്റെ കഴുത്തി ചുറ്റിയ പാമ്പ ഞാൻ. കൊടഞ്ഞെറിഞ്ഞാലൊന്നും പോവില്ല. ഇയാൾ നേരിട്ടെന്നെ ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ ഇയാളുടെ ഹസ്ബൻഡ് കുറെ മോഹിപ്പിച്ചു, എന്നിട്ട് പറ്റിച്ചു. അതിന് എന്നെ ശിക്ഷിക്കുന്ന എന്തിനാ? എങ്കിൽ യദേട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർതാ. അങ്ങനെ നീ മിടുക്കിയാവണ്ട. ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ കൂടുതൽ മിടുക്കിയാവാനുള്ള ചാൻസ് വളർന്നുകൊണ്ടിരിക്കുക ഈ വയറ്റിനുള്ളില്. എനിക്ക് BP യോ കൊളസ്ട്രോളോ ഷുഗറോ ഒന്നുമില്ല.
ആരോഗ്യമുള്ളൊരു മോനെ ആയിരിക്കും ഞാൻ പ്രസവിക്കുന്നത്. ആ കാര്യത്തിൽ യതിയേട്ടനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യും. മോന് എന്ത് പേരിടണമെന്ന് ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും നിർദ്ദേശമുണ്ടോ കാർത്തികയ്ക്ക്? ഉണ്ട്. ബാഹുബലി എന്ന് പേരിട്. അല്ലെങ്കിൽ വേണ്ട, കാലകേയൻ. അതാ നിന്റെ സന്തതിക്ക് ചേർന്ന പേര്. അവൻ ആരുടെയൊക്കെ കാലനാവെന്ന് കണ്ടറിയണം. കാർത്തികയ്ക്ക് എന്തായാലും രക്ഷയുണ്ടാവില്ല. അധികം അങ്ങ് സങ്കല്പിച്ച് കൂട്ടാതെ. ഞാൻ കാലുയർത്തി ഒരു ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ, അതോടെ തകരും നിന്റെ സകല സ്വപ്നങ്ങളും. എന്നാ ചവിട്ട്. ചവിട്ടല്ലേ? വെല്ലുവിളിക്ക. ചവിട്ട് കാർത്തികേ. അതിനു വേണ്ടി ഉയർന്നിട്ടുണ്ടെങ്കില് പിന്നെ ആ കാലുകൊണ്ട് താൻ നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കില്ല. അയ്യോ, ആ സർക്കിളാണെന്ന് തോന്നുന്നു. നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. ഞാൻ എന്തിനു പേടിച്ചൊളിക്കണം? തൽക്കാലം അയാൾ കാണണ്ട. ദൈവത്തെ ഓർത്ത് കുറച്ചു നേരം ഒന്ന് മാറി നിൽക്ക്. എങ്കി അകത്തേക്ക് തന്നെ പോവാം. നമസ്കാരം കാർത്തിക. നമസ്കാരം. ഉദയേട്ടൻ ഇവിടെ ഇല്ല സാറേ. നന്ദനയോ? രണ്ടുപേരും ഇല്ല. ആ, അത് സൗകര്യമായി. കാർത്തികയോട് പേഴ്സണലായിട്ട് എനിക്ക് സംസാരിക്കാമല്ലോ. യതീന്ദ്രൻ വിളിക്കാറുണ്ടല്ലോ. ഇപ്പൊ 2 ആഴ്ചയായി. എതിയേട്ടൻ ചിലപ്പോ മസ്കറ്റിലേക്ക് പോവും. അതെന്താ, ദുബായിൽ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടോ? അതല്ലേ, ജോലിയുമായി ബന്ധപ്പെട്ട യാത്രയെ. എതിയേട്ടൻ സാറ് വിചാരിക്കുന്ന പോലെ അങ്ങനെ പ്രശ്നത്തിൽപ്പെടുന്ന ആളൊന്നുമല്ല. അതെനിക്കറിയാം. ഒരു പേപ്പറിന്റെ ടേബിളിലുണ്ടല്ലോ. അന്നത്തെ പരാതിക്കാരി സ്റ്റെല്ല പിന്നീട് വന്നിരുന്നോ? ഇല്ല സാർ. അയാൾ എന്തിനാ ഇവിടെ വരുന്നേ? അത് ശരിയാ. യതീന്ദ്രനാണല്ലോ കഥയിലെ നായകൻ. സാറ് പറഞ്ഞത് നേരാ. അത് വെറും കഥയാ, കെട്ടുകഥ. പക്ഷേ കഥയല്ല, സത്യമാണെന്നാണ് സ്റ്റെല്ല പറയുന്നത്. അയാൾ പ്രഗ്നന്റ് ആണെന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ റിപ്പോർട്ട് എന്നെ കാണിച്ചു. ആ റിപ്പോർട്ട് തട്ടിപ്പാണെങ്കിലോ? അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഓ, അത് ശരി. സ്റ്റെല്ല അകത്തുണ്ടായിരുന്നോ? അതോ ഇപ്പൊ ഇവിടെയാണോ താമസം? ഞാൻ അറിഞ്ഞില്ല സാറേ ഇവിടെ ഇതിനകത്ത് കയറിയിരുന്നത്. പറഞ്ഞത് സാർ അതങ്ങ് അതുപോലെ വിശ്വസിക്കുകയും ചെയ്തു. നോക്ക് സാറേ, ദൂരെ പോലീസ് ജീപ്പ് കണ്ടപ്പോ കാർത്തിക എന്നോട് മുറിയിൽ ഒളിക്കാൻ പറഞ്ഞത്. ആ മുരടൻ സിഐ കാണണ്ടെന്നാ പറഞ്ഞത്. അയ്യോ, ഞാനെങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ പാര വെക്കല്ലേ സ്റ്റെല്ലേ. അകത്തേക്ക് മാറി നിൽക്കാനേ കാർത്തിക പറഞ്ഞുള്ളൂ അല്ലേ? അതെ സാറേ. അപ്പൊ അത്രയും ഏറ്റു. നിങ്ങൾ രണ്ടാളും റിയാലിറ്റിയിലല്ല സംസാരിക്കുന്നത്. സാറേ, ഞാൻ വന്നത് ഞാനിപ്പോ ഇടയിൽ കയറി സംസാരിക്കണ്ട. സാറേ, ന്യായം എന്റെ ഭാഗത്ത്. ഏയ്, ഞാൻ പറഞ്ഞത് കാർത്തികയ്ക്കും ബാധകമാ. നിങ്ങൾക്കും പറയാൻ അവസരം തരാം. സ്റ്റെല്ലയുടെ ആരോപണം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടണം. നിങ്ങൾ അതറിയിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി കാർത്തികയെ ടോർച്ചർ ചെയ്യുന്നത് ശരിയല്ല. സൊല്യൂഷൻ കാണേണ്ടത് യതീന്ദ്രനാണ്. ഇനി എനിക്ക് സംസാരിക്കാവോ? പറയൂ. നാട്ടിലില്ലാത്ത യതിയേട്ടൻ എന്ന് വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വരാതിരിക്കില്ല. ആ വരവ് 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ? അതുവരെ ഞാൻ എന്ത് ചെയ്യണം? പ്രസവിക്കാതെ കാത്തിരിക്കണോ? അതൊന്നും എനിക്കറിയണ്ട. അറിയണം. അതിനു വേണ്ടിയാ ഞാൻ സാറിന് കംപ്ലൈന്റ് കൊടുത്തത്. സാറിന് ഈ വീടുമായിട്ടുള്ള ബന്ധം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ സാറിന് കംപ്ലൈന്റ് കൊടുത്തത്. എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന് സാർ പറഞ്ഞിട്ടില്ലേ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? അതുകൂടി പറ. സാറ് പറയട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ രണ്ടാളെയും വാച്ച് ചെയ്യുകയായിരുന്നു. നിങ്ങൾ പരസ്പരം ബന്ധമില്ലാതാണ് സംസാരിക്കുന്നത്.
അതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനം ഉണ്ടാവില്ല. വാശി കാണിച്ച് ആരും ജയിച്ചിട്ടില്ല. വേണ്ടത് കോംപ്രമൈസ് ആണ്. സാർ ഉദ്ദേശിക്കുന്നത് എന്താ? യതീന്ദ്രൻ ഈ പ്രശ്നത്തിൽ ഇടപെടണം. അതിന് കാർത്തിക മുൻകൈ എടുക്കണം.